ആദ്യത്തെ പോസ്റ്റിംഗ് ആണിത്. മാഡം നല്ല മനസ്സ് വിചാരിച്ച് എനിക്ക് ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ എന്റെ കാര്യം. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല, രാജിവെക്കില്ല എന്നതാണ് മമതാ ബാനർജി പറയുന്നത്. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു എന്നതാണ് മമതാ ബാനർജി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ഇയാളുടെ പെട്ടി സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് കയറുന്നത്. ജനവിധി അംഗീകരിച്ച് പുറത്തു പോകാൻ തയ്യാറായിരുന്നില്ല മമതാ ബാനർജി. വീട് ഒഴിപ്പിക്കാൻ വന്ന മഹാനാരാ? ഞാനാ ഇപ്പോഴും ഇവിടുത്തെ തഹസിൽദാർ. ഇത് രാജിവെക്കാത്ത മമതാ ബാനർജിയെ പുറത്താക്കുന്നതിൽ ഗവർണറുടെ തീരുമാനമാണ്. ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മാഡം. ഒരു കസേരയിൽ 2 പേർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വോട്ടർമാർ കൃത്യമായി വോട്ട് കുത്തി വീട്ടിലിരുത്തിയപ്പോൾ കടുവ വെറും കഴുതപ്പൊലിയായോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ പരിഹാസം. എന്നെ ഭയപ്പെടുത്തി ഇവിടെ ഓടിച്ചിട്ട് കൂട്ടുകാരനെ എന്റെ കസേരയിൽ കയറ്റി ഇരുത്താമെന്ന് താൻ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ താൻ വെറും ഒരു പമ്പര വിഡ്ഢിയാണ്. ആണോ? പ്രഖ്യാപിക്കുകയാണ്, 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കസേര തെറിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ല. സ്വന്തം സംസ്ഥാനത്തെ തോൽവികളിൽ നിന്ന് ഒളിച്ചോടി ഡൽഹിയിലേക്ക് വണ്ടി കയറുക എന്നതാണ്. ഡൽഹിയിലേക്ക് എങ്ങനെ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നിന്റെ പാർട്ടിക്കാർ ഡൽഹിയിൽ ക്ലച്ച് പിടിക്കാത്തോണ്ട് അവിടെ എല്ലാവർക്കും നല്ല സുഖമാ. ഡയമണ്ട് ഹാർബർ സീറ്റിൽ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എങ്ങനെയെങ്കിലും പാർലമെന്റിൽ ഒന്ന് കടന്നുകൂടണം. അതാണ് ഈ പരാജിതയായിട്ടുള്ള നേതാവിന്റെ ഇപ്പോഴത്തെ ശ്രമം. ഇവിടെ തോറ്റാ പിന്നെ നമുക്കവനെ പിടിച്ചാ കിട്ടുകയല്ല. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് DNC ഒരു നോമിനേഷൻ ഉണ്ടാവും. തോറ്റാ പിന്നെ അവനാ ചാൻസ്. അതുകൊണ്ട് അവൻ എന്തു വില കൊടുത്തും ഇവിടെ തോക്കാനേ നോക്കത്തുള്ളൂ. തോൽവി സമ്മതിക്കാതെ ഞങ്ങൾ തോറ്റിട്ടില്ല, രാജിവെക്കാൻ ലോക്ഭവനിലേക്ക് പോവില്ല എന്നൊക്കെ അവർ വിലപിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് താല്പര്യമില്ല. മുറിവേറ്റ കടുവ ഏറ്റവും അപകടകാരിയാണ് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ടെങ്കിലും പല്ലും നഖവും കൊഴിഞ്ഞ സ്വന്തം കോട്ടയിൽ പോലും തോറ്റ പെണ്ണുമ്പിള്ളേ, എന്റെ ദേഷ്യം കൂടും തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി. കാട്ടിലെ മറ്റു മൃഗങ്ങൾ പോലും ഇപ്പോൾ ഭയപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വഴിയെ പോകുന്ന അണ്ണാൻ കുഞ്ഞു വരെ മുഖത്ത് നോക്കി ഒരെണ്ണം പൊട്ടിച്ചിട്ട് പോകും. അമ്മാതിരി നെഗളിപ്പാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണ പാവം ഞാൻ പോകണേ.